നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. നാളെ അദ്ദേഹം ചെന്നൈയിലേക്ക് തിരിച്ചോടുകയാണ്. എന്തിനാണെന്നറിയില്ലേ? 2 കോൺഗ്രസ് മന്ത്രിമാർ ജോസഫ് സി വിജയ് സർക്കാരിൻ്റെ ഭാഗമാകാൻ പോകുന്നു. 6 പതിറ്റാണ്ടായി തമിഴ്നാട്ടിൽ കോൺഗ്രസ് അവിടെ ഒരു മന്ത്രി ആയിട്ട് 6 പതിറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ 2 കോൺഗ്രസ്സുകാർ അവിടെ സർക്കാരിൻ്റെ ഭാഗമാകുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇത് ആദ്യമായി ഏകകക്ഷി സംവിധാനം തകർത്തിരിക്കുകയാണ് വിജയ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ചതി എന്തെന്നും ചതിയിലൂടെയുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ എന്തെന്നും ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെ കാണിച്ചു കൊടുത്തത് മറ്റാരുമല്ല, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ചതിയൻ കോൺഗ്രസ് എന്നും ചതിയൻ ഗാന്ധി എന്നുമൊക്കെ പേര് വീണ് കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക്. കാരണം അധികാരത്തിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും എന്ത് നെറികേടും കാട്ടാമെന്ന് രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുത്തു. അതെ, ഇവിടെ CPM അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP ചെയ്യുമ്പോൾ, BJP സർക്കാർ ചെയ്യുമ്പോൾ അത് അധികാരം പിടിച്ചെടുക്കുന്ന നീക്കം, അതെ, കുതിര കച്ചവടം, അങ്ങനെ ഒരുപാട് പേരിടും. ഇതിനവരെന്ത് പേരിടും? ഇപ്പം തമിഴ്നാട്ടിൽ 2 മന്ത്രിമാരാണ് ഇത് വരാൻ പോകുന്നത്. കോൺഗ്രസിന് 2 മന്ത്രിമാർ, ഒരു രാജേഷും ഒരു വേലായുധനും. അതിനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. സുപ്രധാനമായ വകുപ്പുകൾ, കൃഷി, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ റവന്യൂ, ഈ വകുപ്പുകളിൽ ഭരിക്കാൻ വിജയുടെ TVKയിൽ മന്ത്രിമാരില്ല, MLA മാരില്ല. സുപ്രധാന വകുപ്പുകളാണ്. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഈ CPM-കാരും ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ ചെലവിൽ ജയിച്ചവരാണ്. അതെ, അവരെ മന്ത്രിമാരാക്കൂ? ഇല്ല, അവർക്ക് അവർ ഈ മറ്റേ നമ്മൾ ഞണ്ടിനെ പോലെയാണ്. ഈ ADMK ഇന്ന് ഒരു കുറച്ച് പേര് അങ്ങോട്ട്, ഒരു 30ഓളം പേർ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്, MLA-മാർ. ആരെ മന്ത്രിയാക്കരുതെന്ന് VCKയും പറഞ്ഞിട്ടുണ്ട്, CPM എതിർത്തിട്ടുണ്ട്. ഇവരെ മന്ത്രിമാരാക്കിയാൽ ഞങ്ങളുടെ ആണി ഊരും, പിന്തുണ പിൻവലി, ഞങ്ങൾ കുത്തിവെച്ച് ആ ബലൂണിൽ ഞങ്ങൾ കുത്തിവെച്ചിരിക്കുന്ന കാര്യമില്ല, ആണി ഞങ്ങൾ വരും. CPM മര്യാദയ്ക്കൊരു ത്രികക്ഷി അല്ലെങ്കിൽ സഖ്യകക്ഷി ഭരണം തമിഴ്നാട്ടിൽ വരാൻ അനുവദിക്കില്ല. കാരണം അവർക്ക് കൂടി ഇനി ഭാവിയിൽ എവിടെയെങ്കിലും ഒരു മന്ത്രിയാകണമെങ്കിൽ ഈ സഖ്യകക്ഷി ഭരണം അവിടെ യാഥാർത്ഥ്യമാകണം. പക്ഷേ അവർക്ക് അസൂയയാണ്. അപ്പോൾ ഞങ്ങളുടെ അപ്രമാദിത്വം ഇല്ലാതെ ഞങ്ങൾ 2 പേർ, VCK, അങ്ങനെ 5 പേർ ലീഗ് അടക്കം പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. അപ്പോഴേക്കാണ് ADMK-ക്കാർ വന്നത്. ഇവരെ മന്ത്രിയാക്കരുത് എന്ന് വളരെ, അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയ വിജയിൻ്റെ ആ ഒരു തന്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ ആ വിജയിച്ച ഒരു തന്ത്രത്തിലേക്ക് ADMK പിൻവാതിൽ വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിനകത്തുള്ളൊരു വിഷയം. വിജയ് ഒരുക്കി ഒരു കെണി, ആ കെണിയിൽ വീണിരിക്കട്ടെ കോൺഗ്രസും ഇരിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, കോൺഗ്രസ് പതിറ്റാണ്ടുകളായിട്ട് തമിഴ്നാട്ടിൽ അധികാരത്തിൽ പതിറ്റാണ്ടുകളായിട്ട് പുറത്താണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തമിഴ്നാട് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ 2 ധ്രുവങ്ങളിൽപ്പെട്ട് പോവുകയായിരുന്നു, DMK-യും ADMK-യും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒന്നുകിൽ കരുണാനിധി, MGR മരിച്ചതിന് ശേഷമുള്ള ചരിത്രം നമുക്ക് പരിശോധിക്കാം. കരുണാനിധി, ഒരു വശത്ത് ജയലളിത, ഇവർ മാറി മാറി തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നു. അധികാര രാഷ്ട്രീയം ഇവരുടെ കൈകളിലായിരുന്നു. അതിനാണിപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് അടർത്തി മാറ്റി തമിഴ്നാട്ടിനെ മറ്റൊരു ബഹുസ്വര രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദേശീയധാരയുടെ ഭാഗമാകാൻ ഒക്കെ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പല ഗുണങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2 കോൺഗ്രസ്സുകാരെ മന്ത്രിയാക്കുമ്പോൾ അവിടെ ഉയരുന്നൊരു പ്രധാന ചോദ്യം താങ്കൾ നേരത്തെ ചോദിച്ചതാണ്. റവന്യൂ, വിദ്യാഭ്യാസം പോലെയുള്ള പ്രധാന വകുപ്പുകൾ ഭരിക്കാൻ വിജയിൻ്റെ പാർട്ടിയിൽ ജയിച്ചു വന്ന ആ MLA-മാരിൽ കഴിവുള്ളവർ ഇല്ലേ എന്നാണ് ചോദ്യം. ഈ നടപടി നമുക്ക് നൽകുന്ന ഉത്തരം ഇല്ല എന്നാണ്. ഇത് സാധാരണ ഏതെങ്കിലും ഒരു ചെറിയ വകുപ്പ് ഭരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് റവന്യൂ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു വകുപ്പ്, വിശാലമായ ഭൂമിയാണ്, കേരളത്തിന്റെ ഇരട്ടിയാണ്. അതെ, മാത്രമല്ല അവിടെ ഈ കൃഷിഭൂമി സംരക്ഷിക്കാൻ വേണ്ടുന്ന ഒരുപാട് നിയമങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അവിടെ പാലിക്കണം. പിന്നെ ഇതിലൂടെയാണ് റവന്യൂ വരുന്നത്.
അതെ. ഭൂമിയിൽ നിന്നാണ് വരുമാനം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ റവന്യൂ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നത്, വ്യവസായ പാർക്കുകൾ, ഇതെല്ലാം ഇവരുടെ ഈ റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതിന്റെ പ്രാഥമിക അനുമതി കൊടുക്കേണ്ടത് റവന്യൂ വകുപ്പാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ വിജയിൻ്റെ പാർട്ടിയിൽ പരിചയസമ്പന്നരായ നേതാക്കളോ MLA-മാരോ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറവ് തന്നെയാണ്. ഒരു കീർത്തന എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞൊരു MLA ജയിച്ചു വന്നിട്ടുണ്ട്. അത് അവരുടെ കഴിവാണ്. ഈ കീർത്തനയാണ് വ്യവസായ മന്ത്രി. ഓർത്തു നോക്കൂ, തമിഴ്നാട്ടിലേക്ക് വൻ ആഗോള ചിപ്പ് കമ്പനികൾ വരെ തമിഴ്നാട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്, വരുന്നുണ്ട്. അവരുടെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് ചിപ്പ് കമ്പനികൾ തമിഴ്നാട്ടിലെ ഭൂമി, ചിപ്പ് മാത്രമല്ല പലതരം വ്യവസായങ്ങളുണ്ടല്ലോ. മാത്രമല്ല വ്യവസായത്തിനോട് അനുബന്ധമായിട്ട് ഈ സെമി കണ്ടക്ടർ നിർമ്മാണം, അതെല്ലാം ഇപ്പൊ തൈവാനാണ്. ചൈന കൈപ്പിടിയിലാക്കാൻ നോക്കുന്നതിന്റെ പ്രധാന കാരണം ഈ സെമി കണ്ടക്ടർ. അതിന്റെ തൈവാന്റെ അവിടെ ഒരുപാട് അമേരിക്കൻ കമ്പനികളുണ്ട്. മാത്രമല്ല ഈ തായ്വാൻ കേന്ദ്രീകരിച്ച് യൂറോപ്യൻ കമ്പനികളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അവിടെ വിഷയങ്ങൾ പലതുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലേക്ക് താരതമ്യേന ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ ചിപ്പുകൾ നിർമ്മിക്കാം എന്ന ഒരു തിരിച്ചറിവാണ് വിദേശ കമ്പനികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. സാംസങ്ങിന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അതെ. അല്ല, ഇപ്പോൾ ആസാമിലൊരു ചിപ്പ് നിർമ്മാണ യൂണിറ്റ് പോയല്ലോ. 79,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ തെക്കേ ഇന്ത്യയിലേക്ക് ഒന്നും വന്നില്ല. അതാണ് കർണാടക കടന്ന് ബഹളം ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന ആള് എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതാണ്. കാരണം ഈ വിജയ് സർക്കാരിന് ഒരു പരിചയ കുറവുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുശാഗ്ര ബുദ്ധിയുള്ള, എന്താ പറയുക, കുഴിഞ്ഞ ബുദ്ധിയുള്ള DMK-ക്കാർ ഈ സർക്കാരിനെ പെടുത്താൻ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വിജയ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടെ കൂട്ടിയ കോൺഗ്രസും CPM-ഉം എല്ലാം പാലം വലിയുടെ ആൾക്കാരാണ്. ഇവരെ ഒന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. വന്നവർ ഏത് നിമിഷവും വന്നതുപോലെ തിരിച്ചു പോകാം. പോകുമ്പോൾ സർക്കാരിൻ്റെ അടിക്കുറ്റിയും ഉരുക്കുണ്ടാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിജയ് ഇത് പറയുമ്പോഴും ഇപ്പോൾ ഈ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസ വിഷയത്തിലൊരു പ്രധാന പോളിസി കൊണ്ടുവന്നു. തമിഴിൽ ഈ ദ്വിഭാഷ മതി, തമിഴും ഇംഗ്ലീഷും, ഹിന്ദി വേണ്ട. മുമ്പ് അങ്ങനെയല്ല വിജയ് പറഞ്ഞിരുന്നത്. ഞാൻ ഹിന്ദിയെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല. ഈ ദ്രാവിഡ പാർട്ടികൾ പറയുന്നത് പോലൊരു ഹിന്ദി വിരോധം എനിക്കില്ല. പക്ഷേ ഹിന്ദി അടിച്ചേൽപ്പിക്കാനും ഞാൻ തയ്യാറല്ല. ഇഷ്ടമുള്ളവർ പഠിക്കട്ടെ. അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് വിജയും ദ്രാവിഡ പാർട്ടികളുടെ വഴിയേ ആണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കുറുക്കു വഴിയിലൂടെ അവിടെ വന്ദേമാതരം ചൊല്ലിയതിനെക്കുറിച്ച് വലിയ എതിർപ്പുകൾ അവിടെ ഉയരുന്നുണ്ട്. അത് ഈ ദ്രാവിഡ കക്ഷികൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വന്ദേമാതരത്തിന് ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ തർജ്ജമയുണ്ടായെങ്കിൽ അത് തമിഴിലാണ്. ആ തർജ്ജമ ചെയ്തത് വിശ്വോത്തര കവി എന്ന് തന്നെ നമുക്ക് പറയാം. രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ എങ്ങനെയാണോ ബംഗാളികൾ രവീന്ദ്രനാഥ ടാഗോറിനെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയൊക്കെ കാണുന്നത്, അതുപോലെ തമിഴ് മക്കൾ കരുതുന്ന ഒരു മഹാകവിയുണ്ട്, സുബ്രഹ്മണ്യ ഭാരതിയാർ. അദ്ദേഹമാണത് മാറ്റം ചെയ്തത്. അല്ല, അത് EV രാമസ്വാമി നായ്ക്കരയാണ്. ഇത് സുബ്രഹ്മണ്യ ഭാരതിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും അരവിന്ദ ഘോഷിൻ്റെയൊക്കെ ആ കാലത്ത് ഒപ്പം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും ആ ദേശീയ വികാരം ജ്വലിക്കുന്ന കവിതകൾ രചിക്കുകയും അത് പാടി ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യബോധം വളർത്തുകയും ഒപ്പം ദ്രാവിഡ വികാരമല്ല, അദ്ദേഹം ഒരു ദേശീയ വികാരം പിന്നെ മുന്നോട്ട് വെച്ച ആളാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ, ജാതി വ്യവസ്ഥിതിക്കെതിരെ ഒക്കെ പോരാടിയ ഒരാളാണ്. അതായത് നമ്മുടെ ഈ ഇന്ത്യൻ നവോത്ഥാനം ഉണ്ടല്ലോ, അതായത് നമ്മൾ പറയുന്ന ഈ ബ്രഹ്മസമാജം, ആര്യസമാജം എന്നൊക്കെ പറയുന്ന തരത്തിൽ വന്ന ആ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. ഇദ്ദേഹത്തിന് ആര്യസമാജവുമായിട്ടായിരുന്നു ബന്ധം, സുബ്രഹ്മണ്യ ഭാരതിയാർ.
അപ്പോൾ അതൊക്കെ പഴയ ചരിത്രമാണ്. ഞാൻ പറയുന്നത് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുമൊക്കെ ആയിട്ട് വലിയ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഭാരതിയാർ. അപ്പോൾ ഭാരതിയാറുടെ കവിതകളും അതുപോലെ തന്നെ എല്ലാം ദേശസ്നേഹം തുളുമ്പുന്ന കവിതകളായിരുന്നു. നല്ല നല്ല കവിതകൾ അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല പല വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു തമിഴ് പാരമ്പര്യത്തെ എന്താ പറയുക പൂർണ്ണമായിട്ടും നിരസിച്ചുകൊണ്ടാണ് ഈ വന്ദേമാതരം ആലപിച്ചതിനെതിരെ വിജയ് വന്നത്. പക്ഷേ ഗവർണറുടെ തീരുമാനമാണ്, അത് ആലപിച്ചേ പറ്റൂ, അവിടെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. അപ്പം മാത്രമല്ല വിജയ് ഇപ്പോൾ ഈ ദ്രാവിഡ പാർട്ടികളുടെ സ്വരം കടമെടുത്ത് തുടങ്ങി എന്നാണ് ഈ ഹിന്ദി വിരോധം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലൂടെ മനസ്സിലാകും. അതിനൊരു കാരണമുണ്ട്. ഈ സ്റ്റാലിനും പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ജയലളിതയാണ്. ഒരു കാലം ചെയ്തു പോയി. സ്റ്റാലിൻ്റെയും ഉദയനിധി സ്റ്റാലിനെ പോലും അത്തരത്തിൽ പറയാൻ പറ്റില്ല. സ്റ്റാലിൻ്റെ ഒരു കമാൻഡിങ് ലാംഗ്വേജ് ഉണ്ട്. അത് ഈ ദ്രാവിഡ കക്ഷികൾക്ക് മാത്രമേ തമിഴ് നടക്കുകയുള്ളൂ. അവർ പറഞ്ഞാൽ മാത്രമേ തമിഴ് കേൾക്കുകയുള്ളൂ. അല്ല, അത് ഇനിയുള്ള കാലം അത് വിജയിക്കുമോ? കാരണം ഞാൻ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ സ്റ്റാലിനെ വീഴ്ത്തി വിജയ് കടന്നു വന്നത്. അല്ലെങ്കിൽ പിന്നെ വിജയിൻ്റെ കടന്നുവരവ് എന്തെങ്കിലും ഒരു തട്ടിപ്പിലൂടെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് വിജയിനെ പോലെ ഒരാൾ കടന്നു വരുന്നത്. വിജയ് ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞല്ല വന്നത്. വിജയ് വന്നത് സ്റ്റാലിൻ സാറിൻ്റെ അഴിമതിക്കെതിരെ. അതായത് എങ്ങനെയാണോ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വന്നത് അതുപോലെയാണ് വിജയ് കടന്നു വന്നത്. അതായത് തമിഴ് ജനത ഈ പഴയ കാല ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ നുകത്തിൽ ഇനി തമിഴ് ജനതയെ കെട്ടാൻ പറ്റില്ല. മുമ്പ് അവർക്ക് ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നുകിൽ DMK അല്ലെങ്കിൽ ADMK. ഒരു ടൈം DMK അടുത്ത ടൈം അവരെങ്ങനെ ചൂസ് ചെയ്യും. അങ്ങനെ ഇതും ഒരു അതേ സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷെ അവർ നടുവൊടിഞ്ഞു കിടക്കുന്ന ADMK പലതരത്തിൽ പല വിഭാഗമായി വളരെ അപ്രസക്തമായി. അതെ, അപ്പൊ അവർ നോക്കിയപ്പോഴത്തേക്കും അടുത്ത ഓപ്ഷൻ DMK പകരം വെക്കാൻ ബദലായിട്ട് TVK തന്നെയായിരുന്നു. ആ ഒരു ചോയ്സ് ആണ് എടുത്തത്. അല്ല, അതാണ് അതിന്റെ അർത്ഥം. ആ ദ്രാവിഡ രാഷ്ട്രീയത്തെ തമിഴർ കൈവിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുകൂടിയാണ്. അപ്പോൾ അതിന് മുന്നോട്ട് പോട്ടെ ഞാൻ പറയുന്നത്. അപ്പോൾ വിജയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ 2 പേരെ മന്ത്രിയാക്കുന്നതിലൂടെ താൻ ദേശീയ രാഷ്ട്രീയത്തിലേക്കും കൂടി വിജയ് പതുക്കെ അതായത് വിജയിൻ്റെ ലക്ഷ്യം കേവലം ഇവിടുത്തെ മുഖ്യമന്ത്രി പദം മാത്രമല്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, വിജയിൻ്റെ ജ്യോത്സ്യം പറയുന്നു വിജയ് നരേന്ദ്രമോദിക്ക് സമാനനാണ്, നരേന്ദ്രമോദിയെ പോലെയാണ് വിജയും കടന്നു വന്നത്. അപ്രതീക്ഷിതമായി ഈ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയണ പോലെ ആക്സിഡൻ്റൽ ചീഫ് മിനിസ്റ്റർ എന്ന തരത്തിലുള്ള ഒരു വിജയമാണ് വിജയിനുണ്ടായിരിക്കുന്നത്. വിജയിൻ്റെ ജാതകവും നരേന്ദ്രമോദിയുടേതുപോലെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നരേറ്റീവുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കളിയെല്ലാം. പക്ഷേ ഒരു കാര്യം, ഹിന്ദി വിരോധം ഇവിടെ പറഞ്ഞിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചെന്നാൽ എന്തായിരിക്കും ഫലം? അവിടെ ചെന്നാലും വിജയൻ ഇനി അഥവാ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ PA ആകണമെങ്കിൽ പോലും ഈ ആദർശപരമായ ശത്രുവിനോട് രമ്യതയിലേ പറ്റുള്ളൂ. ആരാണ് ശത്രു? അതിനേക്കാളുമൊക്കെ വലിയ വിഷയം. അതെ, അത് ശരിയാണ്. അതിനേക്കാളുമൊക്കെ വലിയ വിഷയം വേറൊന്നുണ്ട്. ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ. ഈ ദക്ഷിണ ഭാരതത്തിലെ 5 സ്റ്റേറ്റുകളെ ചേർത്തുകൊണ്ടുള്ള ആ ഒരു അപകടം പിടിച്ച പദ്ധതി, ആ പദ്ധതിയുടെ ഒരു സ്വരം അല്ലേ ഈ ഹിന്ദി വിരോധത്തിലൂടെ വിജയിൽ നിന്ന് ഉയർന്നത്? അത് വലിയ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ തെലങ്കാന, തമിഴ്നാട്, കർണാടക, ഇപ്പോൾ കേരളം, ഈ 4 ആന്ധ്ര പക്ഷേ ചന്ദ്രബാബു നായിഡു ആണ്. പക്ഷേ അവർ കട്ടിംഗ് സൗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന്ധ്രയിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഈ ചന്ദ്രബാബു നായിഡു ഒക്കെ വന്നതുകൊണ്ട് ഒരു ചെറിയ കുറവുണ്ടായിരുന്നേ ഉള്ളൂ. വലിയ രീതിയിൽ അവിടെ മതപരിവർത്തനം നടന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഈ വിജയുടെ നമ്മളീ പറഞ്ഞ വിജയുടെ താത്വിക ആചാര്യൻ PR നമ്മുടെ ഒരു ആരോഗ്യസ്വാമി ജോൺ ആരോഗ്യസ്വാമി പോലും ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. സുവിശേഷ പ്രവർത്തകനാണ്. അതെ, അവരുടെ ഏറ്റവും എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രജ്ഞനും സ്ട്രാറ്റജിസ്റ്റും ഒക്കെയാണ്. അല്ലാതെ ഈ വിജയിൻ്റെ വിജയം ഒരു വെറും
ഒരു ദ്രാവിഡ കക്ഷികളോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അഴിമതിയോടുള്ള എതിർപ്പ് മാത്രമായിട്ട് കാണണ്ട. അതിനപ്പുറത്തേക്ക് ഒരുപാട് രഹസ്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ സമയപരിധി കൊണ്ട് നീട്ടുന്നില്ല. വിജയ് ഈ ആദ്യം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്നാക്കം പോവുകയും പുതിയ ചില നമ്പറുകളുമായിട്ട് കടന്നു വരികയും അതൊക്കെ ഇപ്പോൾ ഈ ഹിന്ദി വിരോധം, ഈ പറയുന്ന ദ്വിഭാഷാ പദ്ധതി DMK കൊണ്ടുവന്നത് ഞാനും തുടർന്നു പോകും, അത് മതി തമിഴർക്ക് എന്നൊക്കെ പറയുമ്പോൾ വിജയ് ആരാണിത് പറയാൻ? ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നതുകൊണ്ട് മാത്രം തമിഴ് ജനതയുടെ ആഗ്രഹാഭിലാഷങ്ങൾ സമ്പൂർണ്ണമായിട്ടും വിജയിൻ്റെ കയ്യിലാണോ കൊടുത്തിരിക്കുന്നത്? അതൊക്കെ വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിൻ്റെ അനുരണനങ്ങൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു വിവരം കൂടെ വന്നിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ തമിഴ് ഈഴം LTTക്ക് പ്രഭാകരന് ആദരാഞ്ജലിയും അഭിവാദ്യവും ഒക്കെ അർപ്പിച്ചിരിക്കുന്നു വിജയ്. അതൊരു നല്ല സൂചനയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കോൺഗ്രസിന് എന്തുമാത്രം എത്ര ആത്മാഭിമാനമുണ്ട്. ഒരേ സമയം രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനത്തിലാണ് ഈ ഒരു വിജയുടെ ഈ ഒരു നടപടി ഇത് മെയ് മാസം 21-ാം തീയതി വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ്. അപ്പോഴാണ് ഈ പ്രഖ്യാപനം, ഈ ഒരു ആദരാഞ്ജലി അർപ്പിക്കൽ വന്നിരിക്കുന്നത്. ഇതൊന്നും നല്ല സൂചനകളല്ല നൽകുന്നത്. തുടക്കം പിഴച്ചാൽ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് സങ്കടം തോന്നുന്നത് കോൺഗ്രസ് ഇത്ര ആത്മാഭിമാനമില്ലാത്ത ഒരു പാർട്ടിയായി പോയോ? കോൺഗ്രസ് ഈ അവരുടെ ഏറ്റവും സമുന്നതനായ ഒരു പ്രധാനമന്ത്രിയെ കൊല ചെയ്ത ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന ആളിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ചേരണോ വേണ്ടയോ എന്ന് ക്യൂ നിൽക്കുകയാണ് കോൺഗ്രസ്. അത് ചേരണോ വേണ്ടയോ എന്ന് കോൺഗ്രസ് ആലോചിക്കട്ടെ. ആത്മാഭിമാനമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലില്ല. ഇവിടെ കോൺഗ്രസ് ആത്മാഭിമാനം നഷ്ടപ്പെട്ട കോൺഗ്രസ് എങ്ങനെയും അധികാരം പിടിക്കണം, പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണം എന്ന രാഹുലിന്റെ ഒറ്റ ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ച. രാഹുലിന് പ്രധാനമന്ത്രി കസേര ഇരിക്കാൻ ഇവിടുന്ന് DMK വിജയ് പോകണം, വിജയ് പോകണം. DMK മാറി കഴിഞ്ഞു പാർലമെന്റിൽ. ഇനി TVK പാർലമെന്റിൽ എത്തിയിട്ടില്ല. അവർക്ക് ഇനിയാണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. അതെ, വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലെ അറിയാൻ പറ്റും. അതുപോലെ TMC ഏതാണ്ട് നിലം ഭരിച്ചു. ഇന്ത്യ മുന്നണി ഇനി എങ്ങനെ ഇനിയിപ്പോ UP-യിലെ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ അറിയാം അഖിലേഷ് യാദവിന് എന്തുണ്ട് ബാക്കി എന്ന്. അഖിലേഷ് യാദവ് കാത്തിരുന്ന് കാണാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ആരുടെ മുന്നിൽ തല കുമ്പിട്ടാണെങ്കിലും ശരി, ആരുടെ കാല് നക്കിയിട്ടാണെങ്കിലും ശരി, എനിക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരേ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ സംഘടനയുടെ തലപ്പത്തിരുന്ന ആളിന്, ഭീകര സംഘടനയുടെ തലപ്പത്തിരുന്ന ആളിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന മുഖ്യമന്ത്രിക്കൊപ്പം തോളിക്കൈയിടാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയുമില്ല. അതാണ് വിജയിന് പ്രത്യേകിച്ചൊരു നയമില്ലെന്ന് ഇതിന് വ്യക്തമാണ്. വിജയിന് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് നേരിട്ട് നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ വിജയിന് ഒരു പ്രത്യയശാസ്ത്രമില്ല, ഒരു ആശയ അടിത്തറയില്ല, ഒരു ആദർശമില്ല. ആകെയുള്ളത് ഫാൻസ് ഉണ്ട്. പിന്നെ ഞാൻ അഴിമതിക്കെതിരാണ്, സ്റ്റാലിൻ സാർ താങ്കളെ താഴെ ഇറക്കും, ഞങ്ങൾ അവിടെ കയറും, ഇതല്ലാതെ ഭരിക്കുമെന്ന് പറയുന്നില്ല. എങ്ങനെ ഭരിക്കും? ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ, ഏത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിക്കും? അങ്ങനെ ഒന്നുമില്ല. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം കുട്ടിച്ചോറായിരിക്കുന്നു. കാത്തിരുന്ന് കാണാം.